കഞ്ചാവ്, ഒരു കാറ് നിറയെ കഞ്ചാവ്, ഒരു കാറ് നിറയെ, ഒരു ഇന്നോവ നിറയെ കഞ്ചാവ്. അടിപൊളി. അങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ തകർക്കുകയാണ് നമ്മുടെ കേരളത്തിലല്ലേ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു തീരുമാനവും പെട്ടെന്നുണ്ടായ കുറച്ച് നടപടികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ രോമാഞ്ചം കയറിക്കൊള്ളുന്നു കേട്ടോ. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. ഇതിപ്പോൾ ഞാനൊരു പാർട്ടി കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഒരു ആൾക്കാരെ കുറ്റം പറയുക എന്നല്ല. ഞാൻ ഈ കഴിഞ്ഞ 10 വർഷം നമുക്ക് ഭരിച്ചിരുന്ന നമ്മുടെ ഗവൺമെന്റിനോടാണ് എനിക്ക് പറയാനുള്ളത്. പറയുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ ഊന്നി പറയുക, ഇത് ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കണം. ഇതിനടിയിൽ വന്ന അനാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു കമന്റ് ഇടണം എന്നോർത്ത് കമന്റ് ഇടാൻ ആരും വരരുത്. ഡയറക്റ്റ് എനിക്ക് ആരും മെസ്സേജും അയക്കേണ്ട. ഞാൻ പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ പല അച്ഛനമ്മമാരുടെയും ഹൃദയത്തിൽ കുറച്ചെങ്കിലും സമാധാനം കിട്ടിപ്പോയാണ് അല്ലേ. എത്ര കുട്ടികളാണ് ഈ ഒരു കാര്യം മയക്കുമരുന്നിന് അടിമപ്പെട്ട് നമ്മുടെ നാട് നശിച്ച് നാറാണക്കല്ലായിരിക്കാന്നെ. ഇപ്പൊ ഒരു 2 or 3 കൊച്ചു പിള്ളേർ, അത് ചെറുക്കന്മാര് മാറി നിൽക്കുമ്പോ അല്ലെ, പെൺപിള്ളേരായിക്കോട്ടെ, ചെറുക്കന്മാരെ മാത്രം പറഞ്ഞല്ലേ, ഒത്തുകൂടി നിൽക്കുമ്പോൾ നെഞ്ചിനകത്ത് ആദ്യമാണ് ഉമ്മാർ എന്താണ് ഇവിടെ എന്താന്ന്. ഒരു ദിവസം രാത്രി ഇവിടെ തന്നെ ഞങ്ങളുടെ ഈ ജംഗ്ഷനിൽ തന്നെ രാത്രി 8 മണിയായപ്പോ കുറെ എണ്ണം കടന്നിട്ട് എന്തോ ആയിരുന്നു. പോലീസ് വന്നപ്പോഴത്തേന് എല്ലാരും പോയി. മയക്കുമരുന്നും കഞ്ചാവിനും ഒക്കെ അടിമയായിട്ട് ഓരോന്ന് ചെയ്ത് കൂട്ടുന്നതാണ്. ഇതിന് ആരാണ് മറുപടി നൽകുക അല്ലെ. പക്ഷെ ഇതിപ്പം നന്നായി. നമ്മുടെ ആഭ്യന്തരമന്ത്രി നമ്മുടെ രമേശ് ചെന്നിത്തല സാറ് അദ്ദേഹം എടുത്ത ഇത്രയും വലിയ ഈ ഗവൺമെന്റ് കയറി ഉടനെ എടുത്ത ഈ തീരുമാനത്തോട് ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു എന്താ പറയാ, ഒരു മനസമാധാനം കിട്ടുന്ന പോലെ തന്നെ. ഇത് നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ച് എല്ലാ മുക്കും മൂലന്ന് അരിച്ചു പറക്കണം. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ചെറിയ ചെറുക്കന്മാരുടെ കയ്യിൽ, അതായത് ഏകദേശം ഒരു 18, 23, 25 ഒക്കെ വയസ്സിനിടയിലുള്ള ആമ്പിളാര് ഈ മെയിൻ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്, പ്രത്യേകിച്ചും ബൈക്ക് ഓടിക്കുന്നതിന് ഒരു ഭയങ്കര ശബ്ദവും ആ ബൈക്കിന് ഒരു വല്ലാത്ത ശബ്ദവും അതിന്റെ കൂടെ ഓടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇത് വന്ന് കയറുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വാഹനം കൺട്രോൾ ചെയ്യാനോ അതല്ലെങ്കിൽ അത് നിയന്ത്രിച്ച് നിർത്താനോ നമുക്ക് പറ്റാത്തൊരു സാഹചര്യം വരും. ഇന്നലെ ഞാനും എന്റെ കുഞ്ഞുങ്ങളുടെ പള്ളിയിൽ പോയപ്പോൾ എന്റെ അടുത്തൂടെ ഒരു ബൈക്ക് പോയിട്ട് ഞാൻ പെട്ടെന്ന് സൈഡിലോട്ട് വണ്ടി ഇറക്കിയതാണ്. ആ കട്ടിങ് താഴോട്ട് ഇറങ്ങി പോകേണ്ടി വന്നു. ആ വണ്ടി ആ ചെറുക്കം പോകുന്ന വിധം കണ്ടിട്ട് എന്റെ ദൈവമേ, ആദ്യം ഒരു വണ്ടിയുടെ ഇടയ്ക്കൂടെ കയറ്റി ഇങ്ങനെ ഇത്രയും സ്പീഡിൽ പോണോ? സത്യം പറഞ്ഞാൽ നമ്മൾക്ക് കേരളത്തിൽ ഓടിക്കാൻ മിനിമം ഇത്രയും സ്പീഡിൽ തന്നെ ഓടിക്കണമെന്നൊരു കർശനമായ നിയമം കൊണ്ടുവരികയും അങ്ങനെ തന്നെ ഓടിക്കാൻ ഇതാക്കുകയും ചെയ്യുക. കാരണം ഇത്രയും സ്പീഡിൽ പോകുന്നത് ഭയങ്കര അപകടം പിടിച്ചൊരു കാര്യമാണ്. അത് അവർക്ക് മാത്രമല്ല, എതിരെ നിൽക്കുന്ന ആൾക്കാർക്കും കൂടെയാണ് എന്നുള്ളത്. അതിനകത്തും കൂടെ ഒരു തീരുമാനം കൊണ്ടുവന്നാൽ വളരെ നന്നായിരുന്നേനെ. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ തകർക്കുകയാണത്. ഈ സീനൊക്കെ കാണുമ്പോണ്ടല്ലോ മനസ്സിനകത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് എന്ത് രസമല്ലേ. പോലീസുകാർ വന്ന് ഇടിച്ച്, അത് മാത്രമല്ല ഈ മയക്കുമരുന്ന് അടിമപ്പെടുന്ന ഒരു കൂട്ടം ചെറുക്കന്മാർ തന്നെ ഇതെന്താ ഈ കാണിച്ചു കൂട്ടുന്നത് നോക്കിയേ. ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് വെച്ചാൽ അവന്റെ ദേഹത്തിന്റെ ബ്ലേഡും ഇതൊക്കെ വെച്ചിട്ട് അവന്മാർ എന്റെ ഒരു മരയാണ്. ഇവന്മാർക്ക് ഈ കെട്ടങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോ എന്തോ ഒരു വേദനയായിരിക്കും. പോലീസുകാരൊക്കെ ഇടുന്ന അടിയും കൂടെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. എന്തായാലും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കേണ്ട കേരള പോലീസ്. ദയവായിട്ട് എത്രയും വേഗം ഇത് കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ കേരളത്തിന്റെ മുക്കും മൂല അയച്ചു പറക്കി എവിടൊക്കെ മയക്കുമരുന്ന് കിട്ടുമോ, ആരൊക്കെ ഉപയോഗിക്കണം അവരെ എല്ലാരും തൂത്തുവാരി പുകർത്ത് ചാടിച്ച് ഈ കേരളത്തിൽ തന്നെ ഓടിച്ചേരും. താങ്ക് യു രമേശ് ചെന്നിത്തല സാർ. താങ്ക് യു സോ മച്ച്.